ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഡോൾബിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോൾബിയുടെ ഒരുപാട് പ്രോഡക്ട്സുകൾ കാണാൻ പറ്റും. പ്രൊഫഷണൽ സിനിമാ തിയേറ്റർ എക്യുപ്മെൻറ്റ്സ് ആണ് കൂടുതലാണ് കാണുക. പക്ഷേ ഡോൾബിക്ക് ഒരു ഹെഡ്ഫോൺ ഉണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ മുമ്പുള്ളൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന വളരെ ആദ്യത്തെ ഹെഡ്ഫോണാണത്. ഡോൾബി അറ്റ്മോസ് ഇമേഴ്സീവ് സൗണ്ട് എങ്ങനെ നമുക്ക് ഒരു ഹെഡ്ഫോണിൽ കൂടെ കേൾക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഏറ്റവും ക്വാളിറ്റിയിൽ അത് കേൾക്കാം. ഡോൾബിയുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഈ ഹെഡ്ഫോണിൻ്റെ പേര് ഡോൾബി ഡൈമെൻഷൻ എന്നാണ്. ഡൈമെൻഷൻ. സോ ഡൈമെൻഷൻ ഹെഡ്ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഡോൾബി ഡൈമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ്ഫോൺ. അറ്റ്മോസ് ഒക്കെ ഡയറക്റ്റ് എടുക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡിസൈനിങ് ഭയങ്കര അമ്പരപ്പിക്കുന്ന ഡിസൈനാണ്. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. പിന്നെ ഇതിൽ കൂടുതൽ സെൻസേഴ്സാണ്. അത് ഇതിൻ്റെ ബട്ടൺസ് വളരെ കുറവാണ്. ഇത് കംപ്ലീറ്റ് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികം ബലമൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ജസ്റ്റ് ഫെദർ ടച്ച് പോലെ ടച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പെയർ ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോ ആണ് ഡോൾബിയുടെ. ഇത് പെയറായി കഴിഞ്ഞാൽ ഇത് ഒരേ സമയം 1-2 ഡിവൈസിലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. സോ ആരുപയോഗിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ടല്ലോ. പലരുടെയും ഉപയോഗത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതിൻ്റെ ചാർജറാണ്. സോ നമുക്കിത് എവിടെ നിന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഡോൾബിയുടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ ഇത് ടച്ച് കൺട്രോൾസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ടച്ച് കൺട്രോൾസ് സംഭവങ്ങളെന്നൊക്കെ. സോ ഈ സൈഡിൽ നിന്ന് നമുക്ക് ടച്ച് കൺട്രോൾസ് സ്റ്റാർട്ട് ആവും. ഈ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം ഹൈ, നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നത് മറ്റേ ഇതാണ്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ANC കണ്ടല്ലോ, അത് ഓണാക്കി ഓഫാക്കാനൊക്കെ പറ്റും. സാധാരണ ഒരു ഇയർബഡിൽ ചെയ്യുന്ന പോലെ തന്നെ പ്ലേ ചെയ്യാം. അതുപോലെ നമുക്ക് കൈ മുകളിലേക്ക് ആക്കിയിട്ട് നമുക്ക് മുകളിലേക്കാക്കി താഴത്തേക്ക് സൗണ്ടൊക്കെ ആക്കി സൗണ്ട് കൂട്ടി കുറഞ്ഞ് ചെയ്യാം. ഇത് ചാർജിങ് ആണ്, വളരെ സിമ്പിൾ. ഇത് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. ശരിക്കും ഇത് വയർലെസ് ചാർജിങ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ഫാസ്റ്റാണ് ഈ സാധനം ചാർജ് ആവാനായിട്ട്. 20 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടും. പക്ഷേ 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് നമുക്കൊരു 1-2 ദിവസമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ടാണ്. നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കംഫർട്ടാണ്. സിനിമയൊക്കെ കാണുമ്പോഴല്ലോ ഭയങ്കര വേറൊരു ലെവലിലേക്ക് നമുക്കിത് നമ്മൾ എത്തിക്കും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡോൾബിയുടെ ലൈഫ് മിക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഈ ലൈഫ് മിക്സ് എന്തിനാണ് ഉപയോഗിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ നമ്മളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ചെയ്യുമ്പോൾ നമ്മളിത് ജസ്റ്റ് ആക്റ്റീവ് ചെയ്യുമ്പോൾ അതിലെ മൈക്കുകൾ ഡിറ്റക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ എന്താ പറയുക, എത്ര നോയ്സ് നമ്മുടെ അടുത്തുണ്ട്, അതെങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ ഇത് ഓട്ടോമാറ്റിക് ഇതാക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ എത്ര dB സൗണ്ട് നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കത് ഏതൊക്കെ ലെവലിലേക്ക് കുറയ്ക്കാം, നമ്മുടെ ചുറ്റുമുള്ള വോളിയം ക്രൗഡ് ഉണ്ടല്ലോ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു ഗംഭീര ഫീച്ചറാണ്. അതിനുള്ള വിലയും മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് ലാസ്റ്റ് 2019 ഞാൻ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഇന്ത്യൻ മണി 45,000 രൂപയാണ്. ഇന്നത്തെ ഇതിൻ്റെ വില എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. കാരണം ഇത് അധികം ആൾക്കാരെല്ലാം കണ്ടിട്ടില്ല. കൂടുതലും ഭയങ്കര അത്രയും പ്രോ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ആ ലെവലിലാണ്. സോ ഹെഡ്സെറ്റ്, ഈ ഹെഡ്ഫോണൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സാധനം ഓൾറെഡി എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സോ നമ്മൾ സിനിമ കാണാനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം ശരിക്കും ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിൽ കൊളാബ് ചെയ്യാനും പ്രൊമോഷനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.